റെഡിയല്ലേ? നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിക്കാമെന്ന് പറഞ്ഞിരുന്നത്? വരകൾ ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ, രേഖാചിത്രങ്ങൾ. ഓക്കെ, ശരി. അടുത്തത് വേറെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? നിഴൽ പതിക്കുന്നത് എങ്ങനെ വരയ്ക്കാമെന്ന്, ഷെയ്ഡിങ്, 3 ഡയമെൻഷൻ ചിത്രങ്ങൾ, ത്രിമാന ചിത്രങ്ങൾ. ഓക്കെ, ശരി ശരി. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? ചിത്രരചന നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷമാണ്, എങ്ങനത്തെ ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? ആകാംക്ഷ ഉണ്ടല്ലേ? പല ചിത്രങ്ങളും കാണുമ്പോഴും നമുക്ക് ആകാംക്ഷ ഉണ്ടാവാറുണ്ട് അല്ലേ? അതെന്താണ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. പിന്നെ അതിൽ നിറങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ? എന്തൊക്കെ നിറങ്ങളാണ് അതിൽ വരുന്നത് അല്ലേ? പിന്നെ ചില ചിത്രങ്ങൾ ലൈറ്റും ഷെയ്ഡും മാത്രം യൂസ് ചെയ്തിട്ടുള്ളതുണ്ടാവും, ചിലത് കളേഴ്സ് ഒത്തിരി ഉള്ളതുണ്ടാവും, അതിൽ തന്നെ കൂൾ കളേഴ്സും വാം കളേഴ്സും ഒക്കെ ഉള്ളതുണ്ടാവും. പിന്നെ നമുക്ക് ശരിക്കും റിലാക്സ് ആവും അല്ലേ? നമ്മളിപ്പോൾ ഒരു എക്സാം സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു ചിത്രം വരയ്ക്കുമ്പോഴത്തേനും നമ്മൾ കുറച്ചധികം നേരം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് റിലാക്സ്ഡ് ആവും അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സാമിനൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് കുറച്ചൊരു എന്താണ്, നമ്മളൊന്ന് ഫ്രീ ആവുകയും ചെയ്യും, നമ്മുടെ ഹാപ്പിനെസ് കുറച്ചും കൂടി കൂടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ പവർ കിട്ടും അല്ലേ? നമ്മൾ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആവും. എപ്പോഴും നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു വരകളിലൂടെ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷങ്ങൾ കിട്ടും അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയത്ത്, അതായത് ഫ്രീ ആവുന്ന സമയത്ത് സ്കെച്ചുകളും ലൈൻ ഡ്രോയിങ്സും ഒക്കെ ചെയ്യണം കേട്ടോ. പ്രാക്ടീസാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. ചിത്രരചന ഒപ്പം പഠിക്കുകയും വേണം. പഠനം വിട്ടിട്ടല്ല ചിത്രരചന ടീച്ചർ പറയുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൂടെ കൊണ്ടുപോവേണ്ടതാണ് ചിത്രരചന കൂടി കേട്ടോ. അത് നമ്മുടെ കൂടുതലും നമ്മുടെ ക്രിയേറ്റിവിറ്റിയെയും നിങ്ങളുടെ ആ ഒരു മെമ്മറി പവറിനെയൊക്കെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് രേഖാചിത്രങ്ങളെക്കുറിച്ച് പഠിച്ചു തുടങ്ങാം. അപ്പോൾ രേഖാചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാമോ? രേഖാചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? രേഖാചിത്രങ്ങൾ എന്ന് നമ്മൾ നിറങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളല്ല രേഖാചിത്രങ്ങൾ. അതിൽ പെയിൻറ്റും ബ്രഷും കാര്യങ്ങളൊന്നും, എന്താണ് നമ്മുടെ കളർ പെൻസിലും ക്രയോൺസും ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതിൽ മെയിനായിട്ട് നമ്മൾ എന്താണ് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. വരകൾ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളെയാണ് നമ്മൾ രേഖാചിത്രങ്ങൾ എന്ന് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ രേഖാചിത്രങ്ങളുടെ കുറച്ച് എക്സാമ്പിൾ ടീച്ചർ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് പലതരം രേഖകളെക്കുറിച്ചുള്ള കാര്യം പഠിക്കാം കേട്ടോ. സ്ക്രീനിൽ പ്രശസ്തരായ കുറച്ച് ചിത്രകാരുടെ രേഖാചിത്രങ്ങൾ ടീച്ചർ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നന്ദലാൽ ബോസ്, പിക്കാസോ തുടങ്ങിയ പ്രശസ്ത ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങളാണ് ഈ സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൽ നന്ദലാൽ ബോസ് വരച്ച ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് പിക്കാസോ വരച്ച ചിത്രങ്ങളാണ്. ചിത്രം വരയ്ക്കാൻ നമ്മൾ പലതരം രേഖകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിലേക്ക് നോക്കിയേ നിങ്ങൾ. അതിൽ പലതരം രേഖകളുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെ ഉള്ള രേഖകളാണ് നമുക്കുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ, അതുപോലെ നമുക്ക് വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്, ഡയഗണൽ ലൈൻസ്, പിന്നീട് എന്താണ് ഡോട്ടഡ് ലൈൻസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള രേഖകളും ഉണ്ട് അല്ലേ നമുക്ക്. അടുത്തതായിട്ട് ഇനി നമുക്ക് വരച്ചാലോ ഓരോ രേഖകൾ. അപ്പോൾ ആദ്യം നിങ്ങൾ ഏതാണ് വരയ്ക്കാൻ പോകുന്നത്? ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചാലോ നമുക്ക്? അപ്പോൾ വരച്ചോ. നമുക്കിനി ഡയഗണൽ ലൈൻസ് വരച്ചാലോ? അത് കഴിഞ്ഞിട്ട് ഇനി വേവി ലൈൻസ് നമുക്ക് ചെയ്താലോ? വേവ്സ് പോലെ വരുന്ന ലൈൻസ് ആണ് വേവി ലൈൻസ് അല്ലേ? അടുത്ത സിക്സാഗ് ലൈൻസും കൂടെ വരച്ചാലോ നമുക്ക്? അടുത്തത് നമുക്ക് സ്പൈറൽ ലൈൻസും കൂടെ നോക്കാം. സ്പൈറൽ ലൈൻസ് എങ്ങനെ വരും? കുറച്ച് അകത്തോട്ട് കയറി കുറച്ച് കർവ്ഡ് ആയിട്ട് വരുന്നതാണ് സ്പൈറൽ ലൈൻസ്. അപ്പം നമുക്ക് അതും കൂടി ഇനി വരച്ചാലോ?
പലതരം രേഖകളെ പറ്റി നമ്മളിപ്പോൾ വരയ്ക്കാൻ പഠിച്ചല്ലോ അല്ലേ. ഇതെല്ലാം നമുക്ക് ചിത്രരചന ആവശ്യമായിട്ട് വരുന്ന കുറേ വരകളാണ് കേട്ടോ. ഇനി പഠിക്കാനായിട്ടുള്ളത് ഷേപ്പുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഷേപ്പുകളെ കുറിച്ച് നോക്കാം. രേഖകൾ പോലെ തന്നെ ചിത്രകലയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രൂപങ്ങൾ അഥവാ ഷേപ്പുകൾ. മാത്സിൽ ഒത്തിരിയധികം ജ്യാമിതീയ രൂപങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ചതുരം, വൃത്തം, ത്രികോണം, ഓവൽ ഷേപ്പ്, അങ്ങനെയുള്ള ഒത്തിരിയധികം ഷേപ്പുകൾ നമുക്ക് ജ്യാമിതീയ രൂപങ്ങളായിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. ഇതെല്ലാം നമുക്ക് ചിത്രകലയിൽ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് രൂപങ്ങളാണ്, അഥവാ ഷേപ്പുകളാണ് കേട്ടോ. ജ്യാമിതീയ രൂപങ്ങൾ മാത്രമല്ല നമുക്ക് രൂപങ്ങളായിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന മനുഷ്യൻ, മരം, പട്ടി, പൂച്ച തുടങ്ങിയ ജീവജാലങ്ങളും ഒക്കെ ഓർഗാനിക് ഷേപ്പുകളിലാണ് വരുന്നത്. ഓർഗാനിക് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും രേഖകൾ വെച്ച് തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനൊക്കെ വ്യക്തമായൊരു ഷേപ്പ് ഉണ്ടാവണം എന്നില്ല. പലതും പല ഡിഫറെൻറ്റ് ഷേപ്പിലുള്ളതായിരിക്കും. ഷേപ്പുകൾ 2D ആണ്. അവയ്ക്ക് 2 മാനങ്ങളാണ് ഉള്ളത് അല്ലേ. അത് ഏതൊക്കെയാണ്? ഒന്ന് നീളം, പിന്നീട് ഒന്നുള്ളത് എന്താണ്? വീതി. ഇങ്ങനെ 2 മാനങ്ങളാണ് 2Dക്ക് ഉള്ളത്. പേപ്പർ, സ്ക്രീൻ, ക്യാൻവാസ് തുടങ്ങിയ ദ്വിമാന പ്രതലങ്ങളിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് 2D ഷേപ്സ്. ഓക്കെ, ശരി. നമുക്ക് വിവിധതരം രേഖകൾ ഉപയോഗിച്ച് നമുക്ക് ഷേപ്പുകൾ വരച്ചാലോ? അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഒരു വൃത്തം വരയ്ക്കുക. വരച്ചു കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ട് ഒരു ത്രികോണം വരയ്ക്കണം കേട്ടോ. അത് വരച്ചു കഴിഞ്ഞല്ലോ അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ചതുരം കൂടെ വരച്ചാലോ? നിങ്ങളിപ്പോൾ വരച്ചതൊക്കെയാണ് ഷേപ്പുകൾ. ഈ ഷേപ്പുകളെല്ലാം എന്താണ്? 2D ആണ്. അതായത് നീളവും വീതിയും ഒക്കെ ഉള്ളവ. ഇതുപോലെ ചതുരത്തെ നമുക്കൊരു ക്യൂബാക്കി മാറ്റിയാലോ? നമുക്കതൊന്ന് വരച്ച് നോക്കിയാലോ? അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം എല്ലാവരും ഒരു ചതുരം വരയ്ക്കുക. അതിനുശേഷം നമുക്കത് ക്യൂബാക്കി മാറ്റാം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇവയെല്ലാം 3D ഫോമുകളാണല്ലേ. 3D ഫോമുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഡയമെൻഷണൽ ഫോംസ്. സിലിണ്ടർ, പിന്നെന്താണ് പിരമിഡ്, ഇതെല്ലാം ത്രിമാന രൂപങ്ങളാണ്. ജ്യാമിതീയ രൂപങ്ങൾ മാത്രമല്ല, പ്രകൃതിയിൽ കാണപ്പെടുന്ന ഓർഗാനിക് ഫോമുകളും 3D ഫോംസിലുള്ളവയാണ്, ത്രിമാനങ്ങളാണ്. കടലാസും മറ്റു പ്രതലങ്ങളും ക്യാൻവാസും ഒക്കെ നമ്മുടെ ദ്വിമാന പ്രതലങ്ങളാണ്. അവയിലാണ് നമ്മൾ ത്രിമാനത അല്ലെങ്കിൽ 3D ഫോംസ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം ചെറിയൊരു അളവിൻ്റെ വ്യത്യാസം വന്നാൽ പോലും അതിൻ്റെ ഷേപ്സിന് മാറ്റം സംഭവിക്കാം. ചതുരം ക്യൂബായിട്ട് മാറുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തതിൽ വന്നില്ലേ. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ അളവുകളിൽ വരുന്ന വ്യത്യാസം പോലും നമ്മുടെ ആ ചിത്രത്തിന് വലിയ മാറ്റം അതിലുണ്ടാവും. അപ്പോൾ അതും കൂടെ നമ്മളിനി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിത്രകലയിൽ ത്രിമാനത ചിത്രീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ഷെയ്ഡിങ് എന്ന് പറയുന്നത്. പ്രകാശം ഒരു വസ്തുവിൽ വീഴുന്ന ഒരു ദിശയുണ്ടല്ലേ. പ്രകാശം, അപ്പോൾ ലൈറ്റ് സോഴ്സ് എവിടെ നിന്നാണോ വരുന്നത് ആ ഒരു ദിശയുണ്ട്. അപ്പോൾ ആ ഒരു ദിശയിൽ നിന്നായിരിക്കും എപ്പോഴും ലൈറ്റ് വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചിത്രത്തിൽ കൃത്യമായിട്ട് ആ ലൈറ്റ് വീഴുന്നതും അതിൻ്റെ ഷെയ്ഡ് വരുന്നതും നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം. പ്രശസ്തരായ കുറച്ച് ചിത്രകാരന്മാർ ഒത്തിരിയധികം ചിത്രങ്ങൾ നിഴലും വെളിച്ചവും ഉപയോഗിച്ച് നന്നായിട്ട് വരച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ചിത്രങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ? പ്രകാശം ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിൽ തട്ടുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഷെയ്ഡ്സ് കാര്യങ്ങളാണ് കിട്ടുന്നത്. അത് പ്രധാനമായിട്ടും 4 തരമാണ് ഉള്ളത്. അതിൽ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ലൈറ്റ് വീഴുന്ന ഭാഗത്തെ
ഹൈലൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് പറയുന്നത്? ഹൈലൈറ്റ്. ഹൈലൈറ്റ് എന്ന് പറയും. അതിന് തൊട്ട് താഴെ അത്രയും ബ്രൈറ്റ്നസ് കാണത്തില്ല, അവിടെ എന്താണ് നമ്മൾ പറയുന്നത്? ഹൈലൈറ്റ് കഴിഞ്ഞാൽ മിഡ് ലൈറ്റ്. മിഡ് ലൈറ്റ് എന്ന് പറയും. അതിന് താഴെ കുറച്ചുകൂടെ വെളിച്ചം കുറവായിരിക്കും. ഷെയ്ഡ് എന്ന് പറയും. ഏറ്റവും താഴെയായിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിന് താഴെയായിട്ട് വരുന്ന ഭാഗമാണ് എന്ത്? ഷാഡോ എന്ന് പറയുന്നത്. ഷാഡോ അഥവാ നിഴൽ. അതുപോലെ വെളിച്ച വിന്യാസത്തിലും വ്യത്യാസമുണ്ട്. നല്ല വെളിച്ചത്തിലും അരണ്ട വെളിച്ചത്തിലും വസ്തുക്കളെ നമ്മൾ ഒരുപോലെയാണോ കാണുന്നത്? അല്ല, അല്ലേ? രണ്ടിനും വ്യത്യാസമുണ്ടാവും അല്ലേ? സ്ക്രീനിൽ ജലത്തുള്ളികളുടെ ചിത്രം നിങ്ങൾ കാണുന്നില്ലേ? അവയിൽ ഓരോന്നിലും നമ്മൾ മുന്നേ പറഞ്ഞ ഓരോ ഘടകങ്ങളുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഹൈലൈറ്റ്, മിഡ് ലൈറ്റ്, പിന്നെന്താണ്? ഷെയ്ഡ്, ഷാഡോ എന്നീ 4 ഘടകങ്ങളുണ്ടോ എന്ന് നോക്കിയേ. ഇനി നമുക്കൊരു ചിത്രം വരച്ചാലോ? ജലത്തുള്ളിയുടെ ഒരു ചിത്രം നമുക്കിപ്പോൾ വരയ്ക്കാം. അപ്പോൾ ജലത്തുള്ളി എല്ലാവരും വരച്ചു കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ അതിൽ ഷെയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷെയ്ഡിങ്ങിനും സാങ്കേതികമായി ചില വ്യത്യസ്ത രീതികളുണ്ട്. സ്ക്രീനിൽ ഒരു ഗോളത്തെ പല രീതിയിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഷെയ്ഡിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വരകൾക്ക് വ്യത്യാസമുണ്ട് അല്ലേ? അവ ഓരോന്നിനും ഓരോ രീതികളിലും ഉണ്ട്, പേരുകളും ഉണ്ട്. ഇതിൽ ഹാച്ചിങ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ഒരേ രീതിയിലുള്ള ലൈൻസുകൾ മാത്രം വെച്ച് നേർരേഖയായിട്ടുള്ള ലൈൻസുകൾ വരച്ചാണ് നമ്മൾ ഹാച്ചിങ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ക്രോസ് ഹാച്ചിങ് ഉണ്ട്. ക്രോസ് ഹാച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഹാച്ചിങ് ചെയ്തത് ഒരു ദിശയിലോട്ടാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഈ ലൈൻസ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരും. അതിനെയാണ് എന്ത്? ക്രോസ് ഹാച്ചിങ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് കോണ്ടൂർ. കോണ്ടൂർ എന്താണ്? കോണ്ടൂർ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോണ്ടൂർ ചരിഞ്ഞ വരകളാണ്, അതായത് കർവ്ഡ് ലൈൻസ് ആണ് കോണ്ടൂർ എന്ന് പറയുന്നത്. കർവ്ഡ് ആയിട്ടുള്ള കുറേ ലൈൻസുകൾ വെച്ചാണ് ചെയ്തിരിക്കുന്നത്, അതാണ് കോണ്ടൂർ ലൈൻസ്. അടുത്തത് സ്ക്രിബ്ലിംഗ്. സ്ക്രിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുത്തിക്കോറി വരയ്ക്കത്തില്ലേ, അതുപോലെ ചെയ്യുന്നതാണ് സ്ക്രിബിൾസ്. ഇങ്ങനെ കോറി കോറി നമ്മൾ വരയ്ക്കത്തില്ലേ, അതാണ് സ്ക്രിബ്ലിംഗ് എന്ന് പറയുന്ന ലൈൻസ്. അതുപോലെ തന്നെ സർക്കുലറിസം. സർക്കുലറിസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, ആ ഒരു സർക്കുലർ മോഷനിൽ വരുന്ന വരകളാണ് സർക്കുലറിസമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അടുത്തത് സ്ട്രിപ്പിംഗ് ആണ്. സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ പോയിന്റുകൾ, അതായത് പെൻസിലോ പെന്നോ വെച്ചിട്ട് നമ്മൾ ഓരോരോ പോയിന്റുകൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നതിനെയാണ് സ്ട്രിപ്പിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലതരം ഷെയ്ഡിങ്ങുകൾ മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു 3 ഗോളം വരച്ചിട്ട് അതിന് വിവിധ തരം രീതികളിൽ ഒന്ന് വരച്ച് നോക്കിയാലോ? പലതരം ഷെയ്ഡിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞാനിപ്പോൾ പറഞ്ഞു തന്നതിൽ 3 തരം രേഖകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ? റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾ പേപ്പറിൽ 3 ചെറിയ വൃത്തങ്ങളൊന്ന് വരച്ചേ.
നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ ഈ രീതിയിൽ നമ്മൾ ചിത്രങ്ങൾ വരച്ചത്, അതിൻ്റെ ഷെയ്ഡിങ്ങും ഷാഡോ ഒക്കെ ചെയ്തത് മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള രേഖകളും കൂടി നിങ്ങൾ വീട്ടിൽ പോയി കുറച്ചും കൂടി അധികം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇനി വീണ്ടും നമുക്ക് ചിത്രരചനയിൽ കൂടുതൽ നന്നായിട്ട് വരയ്ക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആ ബാക്കിയുള്ളതും കൂടി നിങ്ങൾ കൂടുതൽ സമയമെടുത്ത് വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. സ്കൂളിൽ ആർട്ട് എഡ്യൂക്കേഷൻ്റെ പുസ്തകങ്ങൾ വന്നപ്പോൾ ആ സമയത്ത് തന്നെ അതൊന്നെടുത്ത് മറിച്ച് നോക്കിയിട്ടുണ്ട്. ശരിക്കും കുട്ടികളിൽ സർഗാത്മകതയും ഭാവനയും ഉണർത്തുന്ന പുസ്തകങ്ങളാണവ. കുട്ടികളിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനും അവരിൽ എല്ലാ തരത്തിലും എൻ്റെ ഡെവലപ്മെൻറ്റിനും സാധ്യമാകുന്ന രീതിയിലാണ് സർക്കാർ ഈ പുസ്തകങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. സർക്കാരിൻ്റെ ഈ ഉദ്യമത്തെ വളരെയധികം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിലും ഈ പുസ്തകം വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ കുട്ടികൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കുന്ന വീഡിയോ കണ്ടൻറ്റുകളും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ തന്നെ പ്രയോജനപ്രദമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്കൊരു പുതിയ കാര്യം പഠിച്ചാലോ? കൊളാഷിനെ പറ്റി നമുക്ക് പഠിച്ചാലോ? കൊളാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാവോ? കേട്ടിട്ടുണ്ടോ ആ വേർഡ്? ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് കൊളാഷ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. വിവിധ വസ്തുക്കൾ ഒട്ടിച്ചു ചേർത്തുണ്ടാക്കുന്ന ചിത്രം എന്നാണ് ഈ വാക്കിന് അർത്ഥം. ലോഹത്തകിടുകൾ, തുണിക്കഷ്ണങ്ങൾ, പലതരം പേപ്പറുകൾ എന്നിവ ഉപയോഗിച്ച് നമുക്ക് കൊളാഷ് ചിത്രങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. പ്രശസ്ത സ്പാനിഷ് ചിത്രകാരനായ പാബ്ലോ പിക്കാസോയുടെ ചില കൊളാഷ് വർക്കുകൾ നമുക്കിപ്പോൾ ചിത്രത്തിൽ കാണാം. ഇനി ഇന്ത്യൻ ചിത്രകാരനായ വിനോദ് ബിഹാരി മുഖർജി എന്ന പ്രശസ്ത ചിത്രകാരൻ്റെ കുറച്ച് കൊളാഷ് വർക്കുകൾ നമുക്ക് കണ്ടാലോ? ഓയിൽ പെയിൻറ്, വാട്ടർ കളർ, കളർ പെൻസിൽ ഇവയൊന്നും ഉപയോഗിക്കാതെ നമ്മൾ നിറങ്ങളുള്ള പേപ്പർ കൊണ്ട് മാത്രം ചിത്രീകരിക്കുന്ന ചിത്രങ്ങളാണ് കൊളാഷ് ചിത്രങ്ങൾ എന്ന് പറയുന്നത്. പേപ്പർ കൊളാഷുകൾ എന്നാണ് അവയെ അറിയപ്പെടുന്നത്. ഇനി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. ഇത് പല നിറങ്ങളുള്ള പേപ്പറുകൾ ഒട്ടിച്ച് ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു പേപ്പർ കൊളാഷാണ് ഇവിടെ കാണുന്നത്. ഇതിൽ എന്തൊക്കെ നിറങ്ങളുണ്ട് നോക്കിയേ. ഓറഞ്ച് ഉണ്ട്, മഞ്ഞ ഉണ്ട്, പിന്നെന്താണ് നീല നിറം ഉണ്ട്. നീല നിറത്തിൻ്റെ തന്നെ ഡാർക്ക് ടോണും ലൈറ്റ് കളേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെന്താണ് ഗ്രീൻ ലീവ്സ്. അതെല്ലാം ഒരേ കളറാണോ? ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രീനിൻ്റെ തന്നെ പല ഡാർക്ക് ടോണും ലൈറ്റും ഒക്കെ ആയിട്ടുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ബാക്ക്ഗ്രൗണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലേ ആ ചിത്രത്തിൽ നോക്കി. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഒരു ഫ്ലവർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ വേസും കുറച്ച് പൂക്കളും ഇലകളും ഒക്കെ ചെയ്ത് ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു കൊളാഷാണ് അല്ലേ. അപ്പം നമുക്കിനി അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ചിത്രം ചെയ്യാം, അതല്ലെങ്കിൽ മറ്റു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ചിത്രം വേണമെങ്കിലും കൊളാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. കൊളാഷ് നമ്മൾ പല പല ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കൊളാഷിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ, അതായത് ഒരു ഐഡിയ നമുക്ക് വേണം. കൊളാഷിൻ്റെ വലുപ്പം, രൂപം, നിറങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. അതിനുശേഷം പെൻസിൽ ഉപയോഗിച്ച് കൊളാഷിൻ്റെ ഒരു സ്കെച്ച് വരയ്ക്കണം. ഈ സ്കെച്ചിലാണ് നമ്മൾ പേപ്പർ തുണ്ടുകൾ ഉപയോഗിച്ച് കൊളാഷ് നിർമ്മിക്കേണ്ടത്. സ്ക്രീനിൽ നോക്കൂ. പല നിറങ്ങൾ വരുന്ന തരം ഒരു ചിത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കൊളാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് കാണാൻ വളരെ മനോഹരമായിരിക്കും. അടുത്ത പടിയായി ശ്രദ്ധാപൂർവം ചെറിയ പീസുകളായി പേപ്പറുകളെ നമ്മൾ മുറിച്ചെടുക്കണം. മാസികകളുടെ താളുകൾ, കളർ പേപ്പറുകൾ, ന്യൂസ് പേപ്പർ മുതലായവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചെറിയ കത്രിക ഉപയോഗിച്ച് സൂക്ഷിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൈകൾ കൊണ്ട് ചെറിയ പീസുകളാക്കിയും പേപ്പർ മുറിക്കാവുന്നതാണ്. ഇനി ഇവ ശ്രദ്ധാപൂർവം പശ ഉപയോഗിച്ച് ഒട്ടിക്കണം. വൈവിധ്യം വരുത്താൻ ശ്രദ്ധിക്കണം കേട്ടോ. ചിത്രം മുഴുവൻ ഒരേപോലെയുള്ള പേപ്പർ ഉപയോഗിച്ച് നിർമ്മിക്കരുത്.
ചിത്രത്തിലെ ഓരോ ഭാഗത്തും ചെറിയ ചെറിയ പേപ്പർ തുണ്ടുകൾ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ നോക്കൂ. ഷെയ്ഡുകൾ, അതായത് നിഴലും വെളിച്ചവും തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പലതരം പേപ്പറുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണമായി, പൂവിൻ്റെ മധ്യഭാഗം ശരിക്കും ഒറ്റ നിറത്തിലാണെങ്കിലും ഒറ്റ പേപ്പർ പീസ് ഒട്ടിക്കാതെ പല തുണ്ടുകൾ വെച്ചൊട്ടിച്ചാൽ അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഒരു ഇതൾ തന്നെ ഡാർക്കും ലൈറ്റുമായ ചെറിയ പേപ്പർ പീസുകൾ ഉപയോഗിച്ചാൽ കാണാൻ മനോഹരമായിരിക്കും. സ്ക്രീനിൽ നോക്കൂ. ഫ്ലവർ വേസ് പോലുള്ള ഭാഗങ്ങൾ ചെയ്യുമ്പോൾ ഷെയ്ഡ് തോന്നിക്കും വിധം ലൈറ്റ് ഡാർക്ക് പേപ്പർ തുണ്ടുകൾ തിരഞ്ഞെടുത്ത് തന്നെ ഒട്ടിക്കണം. ഇങ്ങനെ ചെയ്താൽ ഒരൽപ്പം ദൂരെ നിന്ന് നോക്കുമ്പോൾ കൊളാഷിൽ ഷെയ്ഡ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. പലതവണ നമ്മൾ ആവർത്തി ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നന്നാവുക. കലാപ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. ചിത്രത്തിന് ചേരുന്ന രീതിയിൽ നന്നായി പേപ്പർ തുണ്ടുകൾ മുറിച്ചെടുത്താൽ കൊളാഷ് കാണാൻ വളരെ മനോഹരമായിരിക്കും. ശ്രദ്ധാപൂർവം ഓരോ പീസും ഒട്ടിക്കണം. വളരെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന തരം പശ ഉപയോഗിക്കരുത് കേട്ടോ. നമുക്ക് പേപ്പർ തുണ്ടുകൾ ക്രമീകരിക്കാൻ കഴിയണം. സാധിക്കുന്ന ഇടങ്ങളിലെല്ലാം ഡാർക്കും ലൈറ്റും ഷെയ്ഡുള്ള പേപ്പർ പീസുകൾ വന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നിറങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നത് പോലെ ആകർഷകമാണ് നന്നായി തയ്യാറാക്കുന്ന കൊളാഷുകളും. ഇത്തരത്തിൽ ശ്രദ്ധാപൂർവം കൊളാഷ് ചെയ്യുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനങ്ങളും ഉണ്ട്. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും. ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ പ്രവർത്തനം വളരെ നല്ലതാണ്. അതുമാത്രമല്ല, നല്ല ക്ഷമാശീലവും ശാന്തതയൊക്കെ വളർത്തിയെടുക്കാൻ നമുക്ക് ഇത്തരം കലാപ്രവർത്തനങ്ങളിലൂടെ സാധിക്കും. ഒരു കൊളാഷ് ഒറ്റയിരുപ്പിൽ തന്നെ ചെയ്തു തീർക്കണമെന്നില്ല കേട്ടോ. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് പിന്നീടും ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാമല്ലേ? ഇന്ന് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ വീട്ടിൽ പോയി വീണ്ടും ഒന്നുകൂടി നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചിത്രകാരനും ചിത്രകാരിയും ഒക്കെ ആവാനായിട്ട് സാധിക്കും കേട്ടോ.